ജിജി ചേച്ചിയുടെ ഭർത്താവാ. കൊടുക്കാനുള്ള കാശ് ഒത്തിരി പ്രാവശ്യം അവര് ചോദിച്ചു. കാറപകടം ഉണ്ടായപ്പോ ചെലവായില്ലേ? ഇതൊക്കെ എങ്ങനെ കൊടുക്കും എന്റെ ഈശ്വര? ഞാൻ പറഞ്ഞ വഴിയേ ഉള്ളൂ. ഏതായാലും സുഖേട്ടന ഡാനിയൽ സാറിനും സമാധാനിപ്പിച്ചു വിട്. ഞാൻ പറഞ്ഞു മടുത്തു. കാഞ്ചന വിവരങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ഈ കുറച്ചു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസാ? അത് പിന്നെ ഞങ്ങളുടെ തറവാടിന്റെ പാർട്ടീഷൻ കഴിയണം. ഇപ്പൊ എല്ലാം നോക്കി നടത്തുന്നത് അനുജനാണേ. അവനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുന്ന താമസേ ഉള്ളൂ. എന്താ അനുജൻ സമ്മതിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ സമ്മതിപ്പിക്കാം. അത് വേണമെന്നില്ല. വേണമെന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് കാരണം എനിക്ക് എന്റെ കുടുംബസമാധാനം പോയി. ജിജി എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കണില്ല. നിങ്ങളുടെ അനിയനെ ഞാൻ ഇന്ന് കാണാം. അല്ല, ആദ്യം ഞാനൊന്ന്. ഇങ്ങനെയുള്ള കേസുകള് കുടുംബക്കാര് തമ്മി പറഞ്ഞ വഷളാവേ ഉള്ളൂ. ഒരു ഇടനിലക്കാരുണ്ടായ സംഗതി വളരെ എളുപ്പമായി. ഞാൻ വരാം, സുഖമായിട്ട് പാർട്ടീഷൻ കഴിച്ച് കൈത്തരാം. അത് അമ്മയ്ക്കൊക്കെ എന്ത് തോന്നുന്നുള്ളൊരു പേടി. ഇനി ഒന്നും പറയണ്ട, എന്റെ കൂടെ നിൽക്കാം. ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ അനുജനെ പോലുള്ള എത്രയെത്ര ശിഷ്യന്മാരെ ദിവസേന മെരുക്കുന്നവനായി ഞാൻ. ഇത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ലെന്നേ. ഒക്കെ ഞാൻ ശരിയാക്കി തരാം. അല്പം പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എഞ്ചിനീയർ ഒന്നും അല്ലേ? നീ പോളിടെക്നിക്ക് പഠിച്ച. മനസ്സിലായി, എല്ലാം ഞാൻ അറിഞ്ഞു. മേസ്തിരി കുഴപ്പമില്ല. ഞാനിപ്പോ തൽക്കാലം പാർട്ടീഷന്റെ കാര്യം പറഞ്ഞ് ജിജിയെ സമാധാനിപ്പിച്ചിട്ടാ. അതുവരെ മേസ്തിരി ഇവിടെ സമാധാനം. മേസ്തിരി അല്ല ഞാൻ. സുഖു, എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മരിച്ചോന്നറിയാനോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല മോനെ. നിനക്കറിഞ്ഞൂടാ, അന്ന് ഇറങ്ങിപ്പോകുമ്പോ നീ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ നെഞ്ചി കിടന്ന് പുകയ്യ. എന്റെ 2 മക്കളെ ഞാൻ 2 തട്ടി നിർത്തിയല്ലേ? നീ ഇത്രയ്ക്ക് ദുഷ്ടനായത് എപ്പോഴാടാ? അതിനുശേഷം എന്നും രാത്രി കരഞ്ഞു ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയതാണല്ലേ? അത് പോട്ടെ, വർത്താനം പറഞ്ഞ് നേരം കളയാണ്ട് ഭാഗത്തിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞേക്ക്. ദിവ്യമോക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ല. അവളെ നിനക്കൊന്ന് കൊണ്ടുവരായിരുന്നില്ലേ? നീ പരീക്ഷ എഴുതിയോ? വല്യേട്ടൻ ഞങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? ഉറങ്ങിക്കിടന്ന ആ കൊച്ചിനെയും കൊണ്ടാന്ന് നീ പടിയിറങ്ങി പോയത്. പാവം കുട്ടി. അത്ര സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ആരും എന്തേ അങ്ങോട്ടൊന്നും വന്നില്ല? ഞാനിവിടെ ഇറങ്ങി പോയപ്പോ പടിയടച്ച് പിണ്ടം വെച്ചോ? സുഖു, ഞങ്ങളെ ജാതിന്ന് പുറത്താക്കിയോ? അമ്മേ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഈ ബന്ധോ സ്നേഹമൊക്കെ. നിങ്ങളുടെ ആരുടെ സ്നേഹം ഞങ്ങൾക്കിനി വേണ്ട. പുകഞ്ഞ ഉള്ളി പുറത്തുതന്നെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ വന്ന കാര്യം പറയാൻ ഇനിയും വൈകണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പലതുണ്ട്. അതെ, അത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് പോലും ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂടെ വന്നത്. അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലായി. ഞാനാണ് ഇവിടുത്തെ മൂത്തയാളെന്നുള്ള പദവി അമ്മ എപ്പോഴും എനിക്ക് തരാറുണ്ടല്ലോ. പക്ഷേ ഇക്കാലം വരെ ആ പലചരക്ക് കടയുടെ വരവ് ചെലവ് കണക്ക് എന്നെ കാണിച്ചിട്ടുണ്ടോ? അതെ, അച്ഛൻ ഉണ്ടാക്കിയതാ. ഇവനും എന്റെ ഭാര്യക്ക് മാത്രം വിഴുങ്ങാനുള്ളതല്ല. ഓ, കണക്ക് ചോദിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? അല്ല, ഈ വീടിന്റെയും കടയുടെയും ഷെയർ തന്ന് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. സുഖു, അപ്പോ 6 കൊല്ലായിട്ട് നിങ്ങൾ കണക്ക് കാണിക്കാറില്ല അല്ലേ? ഏയ് മിസ്റ്റർ, അത് വളരെ തെറ്റാണ്. എവിടെയാണ് കട? അത് പോട്ടെ, അച്ഛൻ മരിക്കുമ്പോ കടയിൽ എത്ര രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം സെയിൽ ടാക്സ് എത്ര രൂപ കൊടുത്തു? ഈ വീട്ടിലേക്ക് എടുക്കുന്ന സാധനങ്ങളുടെ കണക്ക് എഴുതി വെക്കാറുണ്ടോ? അരി എവിടെ നിൽക്കണു? പഞ്ചാബിന്നോ അല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ? നിങ്ങൾ പേഴ്സണലായിട്ട് ചെലവാക്കുന്ന കാശുകൾ എഴുതി വെക്കാറുണ്ടോ? ഉദാഹരണത്തിന് ഭാര്യയ്ക്കൊരു സാരി കൊടുത്തു, അല്ലെ അമ്മായച്ചിനും അമ്മായിമേനും കാണാൻ ഇവിടുന്ന് കുറെ സാധനം കെട്ടി പറിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ.
ഞാൻ ആരാണെന്ന് താൻ അറിയേണ്ട കാര്യമില്ല, പക്ഷെ താൻ ആരാണെന്നുള്ളത് ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കണക്കെടുക്കടാ. എന്റെ സുഹൃത്തിനെ നീ തല്ലിയല്ലേ? ഇയാളെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യമാണ്. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഈ വീട് ഞാൻ കുളം തോണ്ടും. എന്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന് എല്ലാത്തിനും 14 പീസാക്കും. ഡാനിയൽ സാർ, സാർ ഇതെന്താണ് പോലീസ് ഇവിടെ? ഇതാണ് സാർ പുള്ളി. മിസ്റ്റർ സുകുമാരൻ, അതെ JK കൺസ്ട്രക്ഷനിലെ അതെന്താണ് സാർ? ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. എന്തിനാണ് സാർ? പ്രതീക്ഷിച്ചില്ല അല്ലേ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിൽ നിങ്ങൾ കമ്പനിയെ വെട്ടിച്ചതിന്? കമാൺ. സാർ, എന്റെ ഭാര്യയും കുഞ്ഞും. പറഞ്ഞിട്ട് വന്നോളൂ, വൈകരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിന്റെ ജോത്സ്യം പറഞ്ഞിരുന്നു. സുഖേട്ടാ, ദിവ്യമോള് സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോവാ. അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നത് ആ കുട്ടി കാണണ്ട. മേസ്തിരിമാരും ഒറ്റ കൊടുത്തതാണ്. MD എഞ്ചിനീയറും വന്ന് മെറ്റീരിയൽസ് ചെക്ക് ചെയ്തു. MD എന്നെ പിടിച്ച് തല്ലുകയും ചെയ്തു. കള്ളവില്ലുണ്ടാക്കി കാശ് തട്ടിയെന്നും പറഞ്ഞ് വഞ്ചനക്കുറ്റത്തിന് ഇയാളും പൊക്കി. നാണക്കേടായിപ്പോയി. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കോളനിയിൽ ഇത്തരം ആൾക്കാർ താമസിക്കുന്നു അറിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ സൊല്ലു. പ്രസിഡന്റിന്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇനി അങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവളെ കണ്ടപ്പോഴേ ജിജി ഡാനിയൽ എന്നോട് പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. എന്റെ മനസ്സിൽ കളങ്കം ഇല്ലാത്തോണ്ട് ഞാനത് തീരെ വിശ്വസിച്ചില്ല. നമുക്ക് ഉടനെ ഒരു കമ്മിറ്റി കൂടി ഈ കോളനിയുടെ മാനം രക്ഷിക്കാൻ എന്താ വഴിയെന്ന് ഒന്ന് ചർച്ച ചെയ്താലെന്താ? ഞാൻ ഇപ്പോഴതങ്ങോട്ട് പറയാൻ പോവുകയായിരുന്നു. തങ്കു, ആരാ നോക്കൂ. അല്ല, ഇതാരാ? മിസ്സിസ് എഞ്ചിനീയറോ? സുലു, ദേ എഞ്ചിനീയറുടെ ഭാര്യ വന്നേക്കണു. യെസ്, എന്താ വേണ്ടത്? ചേച്ചി വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സുഖേട്ടനെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. സോറി കാഞ്ചി, എനിക്ക് അങ്ങനെ വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇത്രയും നാണം കിട്ടിയ ഒരു സംഭവം ഇതിനു മുമ്പ് ഈ കോളനിയിൽ ഉണ്ടായിട്ടേ ഇല്ല. സുഖേട്ടൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പോലീസുകാർ വന്ന് പിടിച്ചോണ്ടോ അയാളുടെ ഫോട്ടോ എടുത്ത് വെക്കാനാ? അത് വേറെ ആരോ. നോ, കുട്ടി ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞത് മുഴുവനും കള്ളായിരുന്നല്ലോ. കെട്ടിടം പണിയാനുള്ള സിമെന്റിലും കമ്പിയിലും കൃത്രിമം കാണിച്ചാൽ എന്തൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാമോ? ചിലപ്പോ കെട്ടിടൊഴിഞ്ഞു വീണെന്ന് വരും, ആളി എത്തുമെന്ന് വരും. ഒന്ന് പറഞ്ഞു കൊടുക്കും എന്റെ സൊല്ലു. ചേച്ചി, എനിക്കും മോക്കും വേറെ ആരുമില്ല. ദയവ് ഇത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇവിടെ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കരച്ചില് സ്റ്റേഷനിൽ വെച്ചായാലേ ചിലപ്പോ പോലീസുകാർക്ക് അലിവ് തോന്നിയെന്ന് വരും. അവനവൻ എടുത്താ പൊങ്ങുന്നതേ എടുക്കാവൂ. തുമ്പിയെ കൊണ്ട് വലിയ ഉരുളങ്കൽ ഇടിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കുവോ? തങ്കുഞ്ഞു പോരൂ. ദേ, ആ പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട്, കാഞ്ചന. ഇവിടെ നനങ്ങി പോവരുത്, പറഞ്ഞേക്കാം. എന്തിനാണാവോ? എന്തിനായാലും വാതിൽ തുറക്കണ്ട. അവറ്റകൾ തരാനുള്ള കാശ് പൊയ്ക്കോട്ടെ. ഇനിയും സഹായം ചെയ്യാൻ ഒക്കൂല്ല. എന്തായാലും വാതിൽ തുറക്കണ്ട.
അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നിട്ടാ കട്ടത്. അല്ല, നമ്മളൊന്ന് ചെന്ന് അന്വേഷിച്ചില്ലെങ്കില്. ഡാനി സിറ്റ് ഡൗൺ. സംതൃപ്തമായ ഒരു കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്. അകത്തേക്ക് വരൂ. എന്ത് വേണം? വേണ്ട വേണ്ട, ഈ കരച്ചിലും പിഴിച്ചിലും ഞാൻ കുറെ കണ്ടതാണ്. ഇനിയും അത് കാണാൻ എനിക്ക് താല്പര്യമില്ല. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി സൂചിപ്പിച്ചപ്പോഴെല്ലാം ഈ കരച്ചിൽ കൊണ്ടാണ് നീ എന്നെ വഴിതെറ്റിച്ചത്. ക്ഷമിക്കാമായിരുന്ന ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞ് മോഹനെ, അമ്മയെ എല്ലാരും നീ എന്നിൽ നകറ്റി. ഇനിയും നിനക്ക് എന്താണ് വേണ്ടത്? സുഖേട്ട, ഞാൻ മനഃപൂർവ്വം, എനിക്ക് സുഖേട്ട മാത്രമല്ലേ ഉള്ളൂ. അതെ, നിന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയും നീ തന്നില്ലേ? ഒരു നുണ പറയുന്നത് പോലും മഹാപാപമാണെന്ന് ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ ഞാൻ കള്ളനാ. നീയാണ് എന്നെ കള്ളനാക്കിയത്. സുഖേട്ട, പൊയ്ക്കോ. ഇനി ഒരിക്കലും നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഒരു ദിവസം നീ പത്രത്തിൽ വായിക്കും, ഏതെങ്കിലും റെയിൽ പാളത്തിൽ എന്റെ ശവം കിടക്കുന്ന വാർത്ത നീ അറിയും. മിസ്സസ് സുകുമാരനല്ലേ? അതെ. നമ്മളൊന്നും കണ്ടിട്ടില്ല. ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ, ദാമോദരൻ കർത്ത. വാടക കുടിശ്ശിക ഒത്തിരി ഉണ്ട്. പക്ഷെ ഞാൻ ശല്യപ്പെടുത്താൻ ഇതുവരെ വന്നിട്ടില്ല. തട്ടിപ്പും കൃത്രിമവും നടത്തി ജീവിക്കുന്ന ഒരാള് എന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് കുപ്രസിദ്ധി ഉണ്ടല്ലോ, എനിക്കത് വേണ്ട. ഈ കോളനിയിലെ മറ്റു വീട്ടുകാരും കംപ്ലൈന്റ് പറഞ്ഞു. പത്രത്തിൽ ന്യൂസ് വരികയും ആളുകളെ ഡിസ്കസ് ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ കോളനിക്കാർക്ക് അത് മോശാത്രേ. അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചാൽ സംഗതി ശരിയാണ്. ഈ രാത്രി തന്നെ ഞാൻ വന്നതുകൊണ്ട് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാവുമല്ലോ. അയൽപക്കക്കാരുടെ അനിഷ്ടത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്കും പ്രയാസം കാണും. എന്ന് വെച്ച് ഈ രാത്രി തന്നെ ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നാളെ നേരം വെളുക്കുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങി തന്നേ പറ്റൂ. ഞാൻ സാർ പെട്ടെന്ന്. അത്ര പെട്ടെന്നല്ലല്ലോ. നേരം വെളുക്കാൻ ഇനി ഒരുപാട് സമയമില്ലേ? സുഖേട്ടൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അതെന്റെ വിഷയമല്ല. നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റോ പോയിക്കോളൂ. മിസ്റ്റർ സുകുമാരൻ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് തരാനുള്ള വാടക തന്നിട്ട് സാധനങ്ങൾ ഉണ്ടായാൽ മതി. അങ്ങനെ പറയരുത്. ഇവിടുന്ന് ഇറക്കി വിടരുത്. ഞാൻ കാലത്ത് എന്റെ ആൾക്കാരെ അയക്കും. നിങ്ങളൊന്ന് പുറത്തിറങ്ങി കൊടുത്താൽ മതി, അവർ വീട് കൂട്ടിക്കോളും. സർ, അപ്പൊ പറഞ്ഞ പോലെ വരട്ടെ. കർത്താ സാർ അയച്ചിട്ട് വരിക. ഹൗസ് ഓണറേ നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളും തുണി എടുത്ത് പുറത്തു വെച്ചിട്ട് വീട് പൂട്ടാൻ പറഞ്ഞു. അത് സുഖേട്ടൻ ഇവിടെ ഇല്ല. അതൊന്നും ഞങ്ങൾക്കറിയില്ല. സാധനങ്ങളെല്ലാം നിങ്ങൾ തന്നെ എടുത്ത് പുറത്തു വെക്കണോ അതോ ഞങ്ങൾ എടുക്കണോ? ദയവ് ഇത് സുഖേട്ടൻ വന്നതിന് ശേഷം. നിങ്ങളോട് ഇന്നലെ കർത്താ സാർ പറഞ്ഞതല്ലേ
വാടോ നമുക്ക് തന്നെ എടുത്തു വെക്കാം. അമ്മ ആരാ അമ്മ നമ്മുടെ വീടിനകത്ത്? എന്തിനാ അമ്മ കരയണേ? എന്താ അമ്മേ? കർത്താ സാർ വലിയ കണിച്ചക്കാരനാ. പെങ്ങൾക്ക് ഞങ്ങളോടൊന്നും തോന്നരുത്. വാടോ. അമ്മേ, ചെറിയച്ഛൻ. ശൈലജയുടെ ചേട്ടന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. നമ്മൾ തമ്മിൽ പിണക്കമാണെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നാട്ടുകണപ്പ്. ചേട്ടനില്ലേ? അല്ല, ഒന്ന് വിളിച്ച തിരക്കേടില്ലായിരുന്നു. എന്തുപറ്റി? ഞാൻ തെറ്റായിട്ടില്ല പറഞ്ഞോ? ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? അത് പറയേ ചേച്ചി. സുഖേട്ടൻ ഭാഗം ചോദിക്കാൻ വേണ്ടി മൂപ്പര അങ്ങോട്ട് അയച്ചപ്പോ കല്യാണക്കാര്യം പറയാൻ വിട്ടുപോയി. അതുപോട്ടെ, സുഖേട്ടൻ ഇപ്പൊ എവിടെയുള്ളത്? പോലീസ് ലോക്കപ്പിലാണല്ലേ? എന്തു പറ്റി ചേച്ചി? എനിക്കറിയാവുന്ന എന്റെ ചേട്ടൻ വളരെ സത്യസന്ധനും മാന്യനൊക്കെയായിരുന്നു. ചേച്ചി ചേട്ടനെ മാറ്റിയെടുത്തു അല്ലേ? ഞങ്ങളെ തമ്മിലടുപ്പിച്ച് വിജയിച്ച മട്ടിലൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് പോലീസ് ലോക്കപ്പിലേക്കുള്ള പോക്കായിരിക്കുന്ന തീരെ കരുതിയില്ല. ഇതിനു വേണ്ടിയായിരുന്നു ശൈലജയുടെ പുറത്ത് കുതിര കയറിയത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ചേട്ടനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയത്, ഞങ്ങളുടെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ചത്. മോഹനേട്ടാ, ഒന്നും നിങ്ങൾ മറന്നുപോയി. സുഖുവേട്ടൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല, അതിനു മുമ്പ് അദ്ദേഹം എന്റെ ചേട്ടനായിരുന്നു. പ്രസവിക്കുകയും മുലപ്പാല് കൊടുത്ത് വളർത്തുകയും ചെയ്ത ഒരമ്മയുടെ മകനായിരുന്നു. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുരുഷനെന്ന് പറയുന്നവൻ ഭാര്യയുടെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് നിങ്ങളെപ്പോലുള്ളവരുടെ വിചാരം. കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും ബന്ധവും ഹൃദയവികാരവും സ്നേഹവും കൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം നിങ്ങൾക്ക് തന്നില്ല. കല്യാണത്തിന് ക്ഷണിക്കാനൊന്നുമില്ല ഞങ്ങൾ വന്നത്. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാൻ മടി കാണുമല്ലോ. അതുകൊണ്ട് ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന. സുഖുവേട്ടിന് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പലചരക്കട സജീവമായിട്ടങ്ങ് നടത്തും. സുഖുവേട്ടൻ കമ്പനിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും ഞങ്ങൾ കൊടുത്തു തീർത്തു. കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ഞാൻ കുറച്ച് കടത്തിലായിരുന്നു. സുഖുവേട്ടന് പണം കൊടുക്കാൻ വേണ്ടി ഇവളുടെ ആഭരണങ്ങളൊക്കെ വിറ്റു. പണത്തിന് എന്ത് ചെയ്യുന്ന ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോ ഇവള് തന്നെ പറഞ്ഞ ആഭരണങ്ങളൊക്കെ വിൽക്കാന്ന്. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും ചേച്ചി ഒരു സത്യം മനസ്സിലാക്കണം. കുടുംബബന്ധത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മരുമക്കളായി വന്നു കയറുന്ന പെൺകുട്ടികളാണ്. അവരാവണം കുടുംബത്തിന്റെ ഐശ്വര്യം. അച്ഛാ. അവിടെ നിൽക്ക്. എന്റെ അമ്മയും സഹോദരങ്ങളും സ്നേഹമുള്ളവരായതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ വാതിൽ അടച്ചില്ല. പക്ഷെ ഈ പടി ഇനി കയറുന്നതിന് മുമ്പ് നീ ചില തീരുമാനങ്ങൾ എടുക്കണം. ഞാനൊരു സാധാരണക്കാരനാ. അസൂയയും അത്യാഗ്രഹവും ഇല്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് നിനക്കിവിടെ കഴിയാൻ പറ്റുമോ? എങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. ആരും എന്നെ വെറുത്തിട്ടില്ല എന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. സുഖമാണ് ഈ വീട്ടിലെ കാരണവര്.
ഞാനില്ലാത്ത കാലത്ത് ഒരമ്മയെ പോലെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയല്ലേ മോളെ? വരൂ.